എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഒരു വോയിസ് ക്ലാസ് സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ PSC പഠിച്ചുകൊണ്ടിരിക്കണ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങണ, ഇനി പഠിച്ചിട്ട് ഇടയിൽ വിട്ടുപോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. നമ്മുടെ PSCയിൽ ചോദിക്കണ എല്ലാ ടോപ്പിക്കും വോയിസ് ക്ലാസ്സുകളായിട്ട് ഇന്ന് മുതൽ നമ്മളൊരു സീരീസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണം. ദെൻ ക്ലാസ് എല്ലാം മുഴുവനായിട്ടും കേട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഫ്രീ ടൈമിലോ യാത്ര ചെയ്യുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കിത് കേട്ട് പഠിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ കേരളമാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും അതുപോലെ ബന്ധപ്പെട്ടിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമാണ്. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. 5 ജില്ലകളാണ് അന്നുണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ. ഈ 5 ജില്ലകളാണ് കേരള സംസ്ഥാനം 1956 രൂപവത്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, കേരളം ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ യൂണിയൻ്റെ വെറും 1.18% കേരളമുള്ളത് ഭൂമിയുടെ ബേസിൽ. കേരളത്തിലെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 2.76%. കേരളത്തിൻ്റെ ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76%. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? 1084 1000 എന്ന കണക്കിലാണ്. അല്ലെങ്കിൽ 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നാണ് ആ കണക്ക്. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കുറഞ്ഞത് ഏതാണ്? സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയും കൂടിയ ജില്ല കണ്ണൂരുമാണ്. ദെൻ നമുക്കറിയാം കേരള സംസ്ഥാനം സാക്ഷരതയിൽ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. അപ്പോൾ 1-ാം സ്ഥാനം ബീഹാറിനും 2-ാം സ്ഥാനം പശ്ചിമ ബംഗാളിനുമാണ്. അതുകൂടി ആലോചിച്ച് വയ്ക്കുക. കേരളത്തിൻ്റെ ജനസാന്ദ്രതയിലുള്ള എത്രാം സ്ഥാനമാണെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ എത്രാം സ്ഥാനമാണ് കേരളത്തിനെന്നാണ് ചോദ്യം. 3-ാം സ്ഥാനമാണ്. അടുത്തത്, കേരളത്തിലെ ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്ററാണ്. അതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, ജനറലായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറവും ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയുമാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട് താലൂക്കാണ്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളിയാണ്. പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി താലൂക്കാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസാണ്. ഇടുക്കിയിലെ കണ്ണൻദേവൻ ഹിൽസാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ്. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മ്ലാപ്പാറയാണ്. ഇടുക്കിയിലെ തന്നെ മ്ലാപ്പാറയാണ്. ഏറ്റവും ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ദെൻ അടുത്ത ചോദ്യം, റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകൾ. കേരളത്തിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കായലുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 3 കായലുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്. ഈ 3 കായലുകളാണ്. അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട് കായൽ. ഈ 3 കായലുകളാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കായലുകൾ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടി മീശപ്പുലിമലയാണ്. 2640 മീറ്ററാണ്. ദെൻ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയവയാണ്. ദെൻ നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട് ജില്ലയാണ്. നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ദെൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, ആനയാണ്. പക്ഷേ ആനയുടെ ശാസ്ത്രീയ നാമം ഒന്ന് പഠിച്ചു വെച്ചോളാം. എലിഫസ് മാക്സിമസ് എന്നാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ്. എട്രോപ്ലസ് സുരാറ്റൻസിസ്.
കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഒരു വട്ടം തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചിരുന്നു. ഉത്തരം കോക്കോസ് ന്യൂസിഫറയാണ്. തെങ്ങിൻ്റെ ഔദ്യോഗിക നാമം കോക്കോസ് ന്യൂസിഫറ. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, കാസിയ ഫിസ്റ്റുല എന്നാണ് കണിക്കൊന്നയുടെ ഔദ്യോഗിക നാമം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീർ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. ദെൻ കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരി കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം. വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു 2-3 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കേരളത്തിൻ്റെ സംസ്ഥാന ശലഭമായിട്ട് ബുദ്ധമയൂരിയെ പ്രഖ്യാപിക്കലൊക്കെ ഉണ്ടായത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന വരികളിലാണ് ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയിലുള്ളത്. MT വാസുദേവൻ നായരാണ് ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത്. ദെൻ കേരളത്തിലെ പ്രതിശീർഷ വരുമാനം കൂടിയ ജില്ല എറണാകുളവും പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ജില്ല മലപ്പുറവുമാണ്. വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയുമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം 5ആണ്. PSCയുടെ ഉത്തരപ്രകാരമാണ് 5. എന്നാൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളുണ്ട്. പെരിയാറും ദേശീയോദ്യാനമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ PSCയുടെ ആൻസർ കീയിൽ പൊതുവെ 5 എന്നാണ് തരാറില്ലേ. അപ്പോൾ 2 ഓപ്ഷനും കൂടി ഒരുമിച്ച് തരാറില്ല. അപ്പോൾ 5 തന്നാൽ 5 എഴുതാം. ദെൻ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പുഴ അഥവാ നദി പെരിയാറാണ്. 244 കിലോമീറ്ററാണ് നീളം. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. ഏറ്റവും തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ നദി നെയ്യാറാണ്. ദെൻ കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ താലൂക്കാണ്. കുന്നത്തൂർ താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക്. കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡാണ്. സപ്തഭാഷാ സംഗമഭൂമി എന്നൊക്കെയാണ് കാസർഗോഡിനെ വിളിക്കാറുള്ളത്. അതുകൂടി ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ദെൻ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴ. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. കുറവ് കടൽ തീരമുള്ളത് കൊല്ലമാണ്. കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയുമാണ്. കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല താലൂക്കാണ്. നീളം കൂടിയ ബീച്ച്. കേരളത്തിലെ നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കണ്ണൂരിലെ മുഴുപ്പിലങ്ങാട് ബീച്ച്. ദെൻ കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളം, മലപ്പുറം, തൃശ്ശൂരാണ്. ഈ 3 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ താലൂക്കുകൾ. 7 താലൂക്ക് വീതമുണ്ട്. കുറവ് താലൂക്കുകളുള്ളത് വയനാടാണ്. കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറമാണ്. 94ഓളം ഗ്രാമപഞ്ചായത്തുണ്ട്. ദെൻ കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല വയനാടാണ്. ദെൻ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം പാറശാല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ്. അപ്പോൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ താലൂക്കും കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലവും മഞ്ചേശ്വരമാണ്. ഓർത്തു വയ്ക്കുക. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം. കേരളത്തിൽ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം കാസർഗോഡ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. അതേപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിളയാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം തലപ്പാടിയാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഗ്രാമം. ദെൻ കേരളത്തിലെ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. കേരളത്തിലെ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാടാണ്. പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ള ജില്ല നേരത്തെ പറഞ്ഞത് പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാടും പട്ടികജാതിക്കാർ കുറവുള്ളത് വയനാടുമാണ്. പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ളത് വയനാട്, പട്ടികവർഗ്ഗക്കാർ കുറവുള്ളത് ആലപ്പുഴ. പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ളത് വയനാട്, പട്ടികവർഗ്ഗക്കാർ കുറവുള്ളത് ആലപ്പുഴ. ദെൻ പട്ടികജാതി നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പാലക്കാട് ജില്ലയാണ്. ദെൻ പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്, പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. ദെൻ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ജില്ലയാണ്. ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശ്ശൂരിലുള്ളത്. കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ജില്ലയാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ല. ദെൻ വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ്. ദെൻ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളം ജില്ല. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട രണ്ടാമത്തെ ജില്ല പാലക്കാട് ജില്ലയാണ്. ദെൻ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. പിന്നെ കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ ജില്ലയാണ്, കണ്ണൂർ ജില്ല. ദെൻ കേരളത്തിലെ ഏക ടൗൺഷിപ്പായിരുന്ന ഗുരുവായൂർ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. ദെൻ കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2ആണ്, തിരുവനന്തപുരവും പാലക്കാടുമാണ് കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷനുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണ്. കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല പത്തനംതിട്ട ജില്ലയാണ്. തിരുവല്ല മാത്രമാണ് പത്തനംതിട്ടയിലെ റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ല ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളാണ്. ഇടുക്കിക്കും വയനാട്ടിലും റെയിൽവേ പാത ഇല്ല. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. 5 ജില്ലകളിൽ കടൽ തീരമില്ല. ബാക്കി 9 ജില്ലകളിൽ കടൽ തീരമുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് വയ്ക്കുക. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ് ജി ടാക്സിയാണ്, അഥവാ ജെൻഡർ ടാക്സി. ജി ടാക്സിയാണ് കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാരുടെ ഉടമസ്ഥതയിൽ നിലവിൽ വന്ന ടാക്സി സർവീസ്. ദെൻ കേരളത്തിൻ്റെ മാത്രം വിവരങ്ങളാണ് കുറച്ച്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സൗകര്യം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനം കേരളമാണ്. ടൂറിസത്തിനെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എയർ ആംബുലൻസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ലോട്ടറി സംവിധാനം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും കേരളം തന്നെയാണ്. ശിശുമരണ നിരക്ക് കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യവിഷയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. സംസ്ഥാനമാണ് കേരളം. പ്രവാസികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. ദെൻ അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ദെൻ വാട്ടർ മെട്രോ പ്രൊജക്റ്റ് നിലവിൽ വരുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. വാട്ടർ മെട്രോ പ്രൊജക്റ്റ് ഈയിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതൊന്ന് ആലോചിച്ച് വയ്ക്കുക, ഡേറ്റൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. വാട്ടർ മെട്രോ പ്രൊജക്റ്റ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ പക്ഷി ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ദെൻ സെൻസസ് വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ദേശീയ തലത്തിൽ ശരാശരി ആയുർദൈർഘ്യത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനവും കേരളം തന്നെയാണ്. സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനമാണ് കേരളം കേട്ടോ. അപ്പോൾ സിഗരറ്റ് നിരോധിച്ച 4ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക നയമുണ്ടാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും കേരളം തന്നെയാണ്. അപ്പോൾ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഈ ഒരു ക്ലാസ്. ഓരോ ജില്ലകളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും മറ്റോരോ ടോപ്പിക്കുകളായിട്ടുള്ള ക്ലാസ്സുകളും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ സെക്ഷനായിട്ട് തന്നെ ഈ ഓഡിയോ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ മൊത്തം ക്ലാസ്സും കേൾക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഇനി ക്ലാസ്സുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിലോ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വരാം. താങ്ക് യു.